അള്ളാഹു ഉണ്ടെങ്കിൽ ഒരാൾ ഇവിടുന്ന് തെറ്റ് ചെയ്യാണ്, എന്നാ ഓനെ ഇവിടുന്ന് തന്നെ ശിക്ഷിച്ച് കാണിക്കട്ടെ. എന്നാ പിന്നെ ആളുകൾ തെറ്റ് ചെയ്യൂലല്ലോ. ഇതാണ് ആ ചോദ്യത്തിൽ വരുന്നേ. ഒരു നിരീശ്വരവാദി അയാൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ടു. അതിലിങ്ങനെ പറയാണ്, അതിനുള്ള മറുപടിയാണ് ഈ ആയത്ത്. മുഅ്മിനീങ്ങളായ ആളുകൾക്കുള്ള ഒരു മറുപടി. അയാൾക്ക് ചിലപ്പോൾ ഇത് മറുപടി ആയിക്കോളണമെന്നില്ല, നമുക്ക് ഇതൊരു മറുപടിയാവും. ഈമാനുള്ള ആളുകൾക്ക് ഇതൊരു മറുപടിയാണ്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളും ചിന്തിച്ചു പോകും, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന്. അള്ളാഹു തആല തെറ്റ് ചെയ്യുന്ന ആളെ ഇവിടെ തന്നെ ശിക്ഷിച്ചാല് എന്നാ പിന്നെ ആൾക്കാർ തെറ്റ് ചെയ്യൂലല്ലോ. അതാണ് അവന്റെ ചോദ്യം. അള്ളാഹു ഉണ്ടെങ്കിൽ ഒരാൾ ഇവിടുന്ന് തെറ്റ് ചെയ്യാണ്, എന്നാ ഓനെ ഇവിടുന്ന് തന്നെ ശിക്ഷിച്ച് കാണിക്കട്ടെ. എന്നാ പിന്നെ ആളുകൾ തെറ്റ് ചെയ്യൂലല്ലോ. ഇതാണ് ആ ചോദ്യത്തിൽ വരുന്നേ. ഇതിനുള്ള മറുപടിയാണ് പരിശുദ്ധമായ ഖുർആൻ. മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞതായിട്ട് കാണാം. ഈ ആയത്ത് മക്ക മുശ്രിക്കീങ്ങളിലേക്ക് ഇറങ്ങിയതാണ്. എന്താ അത് ഇറങ്ങാനുള്ള കാരണം? ഇവരിങ്ങനെ മുത്തുനബി തങ്ങളെ ഭയങ്കര ഇടങ്ങേറാക്കുക മാത്രല്ല, ഒന്നിങ്ങനെ കളിയാക്കും. തങ്ങളെങ്ങനെ കളിയാക്കും. എന്താ കളിയാക്കണ അറിയോ? അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്, اللهم إن كان هذا هو الحق، اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء. ഇത് കളിയാക്കിക്കൊണ്ട് പറയാ, ഈ നബി ഇയാള് സത്യമാണെങ്കിൽ, ഇയാള് പറയുന്ന വാദം സത്യമാണെങ്കിൽ, അള്ളാഹുവേ ഞങ്ങളൊക്കെ നിങ്ങള് കല്ലിന്റെ മഴ വർഷിപ്പിച്ചിട്ട് അങ്ങ് നശിപ്പിച്ചു കളാം. ഇതിങ്ങനെ പറയും, ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ശിക്ഷിച്ച് കാണിച്ചോണ്ടാ എന്ന് അവര് പറയും. ഇതേ വാദം തന്നെയാണ് ഇപ്പൊ ഈ നിരീശ്വരവാദികൾ പറയണത്. ഞങ്ങളൊന്ന് ശിക്ഷിച്ച് കാണിച്ചുകൊണ്ടാ എന്ന് അവരിങ്ങനെ പറയും. ഇതിന്റെ മറുപടിയായിട്ടാണ് അള്ളാഹു ഇറക്കുന്നത്, നബിയെ തങ്ങളുള്ള സമുദായത്തിനെ ഞാൻ നശിപ്പിക്കൂല. തങ്ങളോടുള്ള സ്നേഹമാണ്. തങ്ങൾ ഉണ്ടായിരിക്കെ ആ സമുദായത്തിന് ഞാൻ ശിക്ഷ ഇറക്കൂല. ഇതിൽ ഒരുപാട് അർത്ഥമുണ്ട്. മഹാന്മാര് പഠിപ്പിച്ച ഒരർത്ഥം തങ്ങള് ആ ശരീരം തന്നെ ഉണ്ടാവാന്ന, മറ്റൊരർത്ഥം തങ്ങളോടുള്ള മഹബത്ത് കൽബിലുള്ള ഒരാൾക്ക് ഒരു ഇടങ്ങേറും ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല, ഓൻ അള്ളാഹു ഇടങ്ങേറാക്കൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കൽബിലുണ്ടെങ്കിൽ ആ കൽബില് ആ മനുഷ്യനിൽ അള്ളാഹു ശിക്ഷ ഇറക്കൂല ഒരർത്ഥത്. മറ്റൊന്ന് നേരർത്ഥം തങ്ങളുള്ളോടത്ത് അള്ളാഹു ശിക്ഷ ഇറക്കൂല. അപ്പൊ വീണ്ടും ചോദ്യം വരുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തങ്ങള് വഫാത്തായിക്കണല്ലോ, ഇപ്പൊ ആ ശിക്ഷ ഒന്ന് ഇറങ്ങിക്കൂടെ? അതിന്റെ മറുപടിയാണ് അടുത്തത്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ഒരാള് ദുനിയാവിൽ ഉണ്ടാവണ കാലത്തോളം ഞാൻ അവരിലേക്ക് ശിക്ഷ ഇറക്കില്ല. ഇത് മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിന് മാത്രം ലഭിച്ച ഒരു ഓഫറാണ്, ഒരു വാഗ്ദാനമാണ്. അപ്പൊ മൂമിനീങ്ങള്, ഒരു മൂമിൻ ഈ ലോകത്തുണ്ടാകുന്ന കാലത്തോളം അള്ളാഹുവിന്റെ വലിയ അദാബ് മൊത്തത്തിൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞ് മറ്റ് സമുദായങ്ങൾക്ക് നൽകിയ അങ്ങനത്തെ ഒരു അദാബിനി അള്ളാഹു ഇറക്കില്ല. അത് മൂമിനീങ്ങൾ മൊത്തം മരണപ്പെട്ടു പോലോട് കൂടി ഉണ്ടാവുക. അന്നാണല്ലോ ഖിയാമത്ത് നാൾ ഉണ്ടാവുക. ഞാൻ അതിലേക്കൊന്നും കിടക്കണില്ല. ഇത് അതിനുള്ള ഒരു മറുപടിയാണ്. അപ്പൊ ഇസ്തിഗ്ഫാറുകൾ ഇങ്ങനെ അധികരിപ്പിച്ചാൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല എന്നാണ് അടുത്തൊരു വാഗ്ദാനം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം.